നമസ്കാരം. വീണ വിജയനെ അറസ്റ്റ് ചെയ്യും. കേന്ദ്ര ഏജൻസികൾ തിരുവനന്തപുരത്ത് സജീവമാകും. കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ CMRL കമ്പനി, അതായത് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എന്ന് പറയപ്പെടുന്ന കമ്പനി വൻ തുക ചിലവഴിച്ചു എന്ന കേസിൽ അന്വേഷണം നടത്തി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അതായത് SFIO സമർപ്പിച്ച കുറ്റപത്രവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇനിയും വൈകുമെന്നാണ് അറിയുന്നത്. SFIO കേസിൽ കേരളത്തിൽ സമർപ്പിക്കപ്പെട്ട ആദ്യ കുറ്റപത്രമായതിനാൽ തന്നെ ഇതിൻ്റെ നടപടിക്രമം സംബന്ധിച്ചുള്ള പരിചയക്കുറവ് കോടതി നടപടികളെ മന്ദഗതിയിലാക്കിയേക്കും എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. കുറ്റപത്രത്തിന് നമ്പറിട്ട ശേഷം SFIOയുടെ അഭിപ്രായം ആരാഞ്ഞിട്ടാകും പകർപ്പ് EDക്ക് കൈമാറുക. കുറ്റപത്രത്തിൻ്റെ പകർപ്പ് ലഭിക്കുവാൻ ED സാമ്പത്തിക കുറ്റവിചാരണ കോടതിയിൽ ഇപ്പോൾ ഹർജി നൽകിയിട്ടുമുണ്ട്. അപ്പോൾ EDക്ക് കുറ്റപത്രം നൽകുന്നതിനെ SFIO ഇതുവരെയും എതിർത്തിട്ടുമില്ല. രണ്ടും കേന്ദ്ര ധനകാര്യ വകുപ്പിന് കീഴിലെ അന്വേഷണ ഏജൻസികളാണ്. SFIO കുറ്റപത്രത്തിൻ്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി നമ്പറിട്ട് ഫയലിൽ സ്വീകരിച്ച ശേഷം EDയുടെ ഹർജി വിചാരണ കോടതി പരിഗണിക്കുമെന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ വിനിമയ ചട്ട ലംഘനം എന്നിവ SFIO കണ്ടെത്തിയതിലും EDക്കാണ് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല എന്ന് പറയപ്പെടുന്നത്. കേസിൽ PMLA, FEMA എന്നുള്ള കുറ്റങ്ങൾ അത് ചുമത്തുന്ന സാഹചര്യമുണ്ടായാൽ CMRL കമ്പനി അടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് EDക്ക് പോകാൻ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് വീണ വിജയൻ്റെ സ്വത്ത് കണ്ടുകെട്ടാൻ വരെ സാധ്യത ഏറെയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ED കേസിന് അനുബന്ധമായിട്ട് അന്വേഷണം നടത്തണമോ, പുതിയതായി എക്കണോമിക് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, അതായത് ECIR രജിസ്ട്രേഷൻ ചെയ്യണമോ എന്ന കാര്യത്തിലൊക്കെ കുറ്റപത്രം കിട്ടിയ ശേഷമേ ED അത്തരത്തിലൊരു തീരുമാനം എടുക്കുകയുള്ളൂ. CMRLൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ T വീണ തുടങ്ങി 13 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് SFIO ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ചെളിനീക്കവും അനുബന്ധ ഗതാഗത ചെലവുകളുമെന്ന് വ്യാജ കണക്കുണ്ടാക്കി 182 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ഉൾപ്പെടെയാണ് ശശിധരൻ കർത്തയെ ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. വീണയും അവരുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കും 2.7 കോടി രൂപ അനധികൃതമായിട്ട് കൈപ്പറ്റിയതായിട്ടും കുറ്റപത്രത്തിൽ കൃത്യമായി കാണിക്കുന്നുണ്ട്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ED സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള MJ സന്തോഷ് മുഖേനയാണ് ഈ കുറ്റപത്രത്തിനായിട്ട് അപേക്ഷ നൽകിയിരിക്കുന്നത്. 1 വർഷം മുൻപാണ് സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ED CMRLന് നോട്ടീസ് നൽകിയതും ഈ ശശിധരൻ കർത്തായുടെ വീട്ടിലെത്തി മൊഴിയെടുത്തതും. CMRL ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ കേസെടുക്കാതെ തന്നെ നടപടികൾ തുടരാൻ EDക്ക് കഴിയുകയും ചെയ്യും. അതാണ് ഇതിനു മുൻപിൽ EDക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊപ്പം CMRL കേസിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത ESIR റദ്ദാക്കി. കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം എന്ന നിലയിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുവാനും ഒപ്പം തന്നെ അത്തരത്തിലുള്ള ആലോചനകൾ കൂടി ഇപ്പോൾ സജീവമായി നിൽക്കുന്നുണ്ട്. വീണ വിജയനെതിരായിട്ടുള്ള തെളിവുകൾ അത് വിലയിരുത്തി തന്നെയാകും ഇതിലൊരു തീരുമാനം എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനിടെ ED കേസെടുത്താൽ അറസ്റ്റ് ഒഴിവാക്കുവാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴേ വീണ തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം മാറി നിൽക്കുവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതിനിടെ വീണ എവിടെയുണ്ട് എന്ന് നിരീക്ഷിക്കുവാൻ കേന്ദ്ര ഏജൻസികളും പ്രത്യേക സംവിധാനം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഒളിവിൽ പോയാലും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, വിദേശത്തേക്ക് പറന്നാലും നിരീക്ഷണം തുടരുന്ന സംവിധാനങ്ങൾ. അങ്ങനെ കുറ്റപത്രം പരിശോധിച്ച ശേഷം വീണ വിജയനെ അടക്കം ചോദ്യം ചെയ്യാൻ തന്നെയാണ് EDയുടെ നീക്കം. സമയം കളയാതെ കുറ്റപത്രം കൈപ്പറ്റി തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് EDയുടെ ലക്ഷ്യം പോലും. അപ്പോൾ ഇതിലൂടെ ഈ SFIOയുടെ അന്വേഷണത്തിൽ കമ്പനികാര്യ ചട്ടത്തിലെ 447 വകുപ്പ് പ്രകാരം ക്രമക്കേട് നടന്നു എന്ന് തന്നെയാണ് കണ്ടെത്തൽ. അപ്പോൾ ഇതിൻ്റെ ചുവട് പിടിച്ച് EDക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സമില്ല. CMRL എക്സാലോജിക് ഇടപാടിൽ ഏകദേശം 1 വർഷം മുൻപ് ED ECIR രജിസ്റ്റർ ചെയ്തത് അന്വേഷണം അങ്ങനെ രജിസ്റ്റർ ചെയ്ത് ആരംഭിച്ചിരുന്നു. എന്നാൽ കുറ്റകൃത്യം സംബന്ധിച്ച് കേസില്ലാത്തതിനാൽ അന്വേഷണം അന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത.
SFIO അന്വേഷണത്തിൽ വഞ്ചനാക്കുറ്റം കണ്ടെത്തിയതോടുകൂടി ആ പ്രതിസന്ധി അങ്ങ് ഒഴിഞ്ഞു കിട്ടി. SFIO നടപടികൾ, ആ നടപടികളെ ഡൽഹി ഹൈക്കോടതിയും തടയാത്ത ഒരു സാഹചര്യത്തിൽ വീണ വിജയന് തുടർന്നുള്ള ദിവസങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഏറെ നിർണായകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ മധുരയിലെ CPMന്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായിട്ട് ഭർത്താവും മന്ത്രിയുമൊക്കെ ആയിട്ടുള്ള മുഹമ്മദ് റിയാസിനൊപ്പം വീണ മധുരയിലും പോയിരുന്നു. അന്ന് തഞ്ചാവൂരിലൊക്കെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ചില പൂജകളൊക്കെ ചെയ്ത് അങ്ങനെ വഴിപാടുകളൊക്കെ നടത്തിയതായിട്ടുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ ക്ഷേത്രത്തിന് പുറത്ത് സെൽഫി എടുക്കാനായിട്ട് അന്ന് വീണ നെറ്റിയിലെ കുറി മാറ്റിയതടക്കം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു. അപ്പോൾ ഈ കുറിമാക്കൽ തിരിച്ചടിയാകുമോ എന്നുള്ള ചർച്ചകളടക്കം ഇപ്പോൾ സജീവമാകുമ്പോഴാണ് ഈ പിടി മുറുകുന്നത് എന്നുള്ളതാണ്. ഈ മാസം 21-ന് കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതി പരിഗണിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് തന്നെ വീണയ്ക്കെതിരെ നടപടിയെടുക്കുവാനുള്ള സാധ്യതയാണ് ED ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് EDക്ക് കുറ്റപത്രം കിട്ടിയാൽ അത് പരിശോധിച്ച് വീണയുടെ അതിവേഗ അറസ്റ്റ് അത് നടക്കുകയും ചെയ്യും. അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഡൽഹിയിലെ ഉന്നതരുടെ അനുമതി വാങ്ങി തന്നെയാകും ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ED കടക്കുക എന്നുള്ളതാണ്. എന്തായാലും വീണയുടെ ദൈവവിളി മനസ്സലിവുള്ള ദൈവങ്ങൾ കേട്ടുകാണില്ല. തഞ്ചാവൂരിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാലും പൂജകൾ ചെയ്താലും സെൽഫി എടുത്താലും എന്തിന് വീണയുടെ നെറ്റിയിലെ കുറി മാറ്റിയാലും തലവരമാക്കാൻ പറ്റില്ലല്ലോ. ജയിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയേ പറ്റൂ. നിയമമാർക്കും മാറ്റിമറിക്കാൻ കഴിയില്ല. എത്രയൊക്കെ പിടിപാടുണ്ടെങ്കിലും, അച്ഛൻ എത്ര വലിയ പിണറായി ആണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഉന്നതനാണെങ്കിലും മകളെ അങ്ങനെ പെട്ടെന്ന് രക്ഷിച്ചെടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കുക തന്നെ വേണം. വീണയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിക്കും. വീണ കട്ടിട്ടുണ്ടെങ്കിൽ ജയിലൊരുങ്ങുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.